ഫോൺ ചെയ്ത് പറയാനുള്ളതെല്ലാം പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇപ്പൊ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ കൃത്യസമയത്ത് വന്നിട്ടും ഇതുവരെ പ്രിയൻചേട്ടൻ വന്നിട്ടില്ല. പെട്ടെന്ന് തോന്നിയ വിഷമത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇനി മുന്നിൽ ചെന്ന് നിന്ന് എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്താ ഇപ്പൊ ചെയ്യാ? പ്രിയൻചേട്ടനന്ന് മനസ്സിലായി. കൈയെടുക്ക്. എന്തിനാ പാറു കരയുന്നേ? പാർവതിയുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനുണ്ടെന്നറിഞ്ഞാലും കൈലാഷ് അവളെ അത്ര എളുപ്പത്തിൽ മറക്കില്ല. ഇതുവരെ ആ പെൺകുട്ടി കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ വഴക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അവള് കാരണം നിങ്ങളുടെ കുടുംബത്തിന് വലിയ അപമാനങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾക്കാർക്കും തടുക്കാൻ കഴിയില്ല. കാരണം അത് വിധിയാണ്. ഇയാള് കൊള്ളാം. ഇനി ആന്റി എന്തായാലും പാർവതി ആ വീടിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കില്ല. അവർ 3 പേരുടെയും ബന്ധം ത്രിവേണി സംഗമം പോലെയാണ്. ഒരുമിച്ച് കഴിഞ്ഞാൽ എപ്പോൾ പിരിയുമെന്ന് കാലത്തിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൈലാഷിന്റെ വഴിക്ക് പോയി അയാളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം. ഇല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് അശുഭമായതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പാറു ഇത്? ഞാൻ പെട്ടെന്നുണ്ടായ വിഷമത്തില് അറിയാതെ പറഞ്ഞു പോയതല്ലേ. എന്നെ വിട്ടിട്ട് പോകുന്നു പറഞ്ഞ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ പോയതുപോലെ എനിക്ക് തോന്നിയത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ പ്രിയൻചേട്ടൻ ഫോൺ കട്ട് ചെയ്തില്ലേ? എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കണ്ണു പൊത്തുകയും ശരിക്കും സംസാരിക്കുകയും ചെയ്ത ഞാനെല്ലാം മറക്കണോ? എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി ആ പാർവതിയാ. ജീവിതകാലം മുഴുവനും കൈലാഷ് അവളെ ചുറ്റിപ്പറ്റി നടക്കുമെന്നാ ജോത്സ്യനും പറഞ്ഞത്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് കരുതിയിട്ടാ ഞാൻ സ്വാമിയെ കാണാൻ വന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പരിഹാരവും ഇല്ലെന്ന് പറഞ്ഞു. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മുക്ത. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ആന്റി ഒന്ന് കേൾക്കൂ. നേരത്തെ ഇത് കേട്ടിരുന്നെങ്കിൽ ആന്റിക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ലായിരുന്നു. എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറ. സ്വാമിയോട് ആന്റി പറഞ്ഞതുപോലെ പാർവതിയെ പ്രേമിച്ച ഗന്ധർവൻ ശരിക്കും ഇല്ലാത്ത ആളൊന്നുമല്ല. പിന്നെ നമ്മൾ ഇല്ലെന്ന് കരുതി മറന്നുപോയ ഗന്ധർവനെ പാർവതിയെ തേടി കണ്ടുപിടിച്ചു. അവരിപ്പോ പരസ്പരം പ്രേമിക്കുക. ഈ പറഞ്ഞ ഗന്ധർവനെ നീ നേരിട്ട് കണ്ടോ? നോ. പക്ഷേ പാർവതിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരിയായ മീരയെ വിളിച്ച് ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞു. കൈലാഷിനെ പറ്റി പാർവതി ഗന്ധർവനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇതറിഞ്ഞ അടുത്ത നിമിഷം തന്നെ ഞാൻ ആന്റിയെ വിളിച്ചു. ആന്റി ഇങ്ങോട്ട് വരാനും പറഞ്ഞു. പക്ഷേ ഇതുവരെ എന്നെ ഒരു വാക്ക് പോലും മിണ്ടാൻ ആന്റി സമ്മതിച്ചോ?